ഓക്കെ, കുഞ്ഞുങ്ങളെ എഴുതിക്കോളൂ. അറ്റ് വാട്ട് ഹൈറ്റ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അറ്റ് വാട്ട് ഹൈറ്റ് above the surface of the earth the value of G is reduced to 1/4 of its value. അതാണ് ചോദ്യം. എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തുവാ? എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അതായത് ജി എന്ന് പറയുന്ന വാല്യൂ 9.8 ആ സർഫസിൽ. എത്ര ഹൈറ്റ് മുകളിലോട്ട് പോകുമ്പോഴാണ് ജി എന്ന് പറയുന്ന വാല്യൂ ആ വാല്യൂന്റെ 9.8 എന്ന് പറയുന്ന വാല്യൂ 9.8 ഡിവൈഡ് ബൈ 4 ആയിട്ട് മാറുന്നത്. അതായത് ഏകദേശം ഒരു 2.8 സംതിങ് ആയിട്ട് മാറുന്നത് എത്ര ഹൈറ്റിലാണ്? അതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്തെടുത്താൽ മതി? നമ്മുടെ ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ, ജി ഡാഷിന്റെ ഇക്വേഷൻ എന്താ? എച്ച് വെരി വെരി ലെസ് ദാൻ ആർ ആണെങ്കിൽ എന്താ എടുക്കുന്നത്? അല്ല, എച്ച് വെരി വെരി ഗ്രേറ്റർ ദാനോ അല്ലെങ്കിൽ ലെസ് ദാൻ, നമ്മൾ രണ്ട് കേസ് എടുത്തിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ കേസിന്റെ ഇക്വേഷൻ എന്താ? ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നല്ലേ നമ്മൾ എടുത്തേ? ഇത് ഏത് കേസാ? എച്ച് ഗ്രേറ്റർ ദാൻ ആർ ആണെങ്കിൽ ഈ കേസ് ആണല്ലോ. ഓക്കെ, അങ്ങനെ ഒരു കേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, നോക്കിക്കോളൂ. ഓക്കെ, അപ്പം ഈ കേസ്, ഈ ഇക്വേഷനകത്ത് നമ്മുടെ ജി ഇപ്പൊ എന്തായിട്ട് മാറി? അറ്റ് ഹൈറ്റ് എച്ച് ഫ്രം ദ സർഫസ് ഗ്രാവിറ്റി എന്താ? ജി എന്തായിട്ട് മാറി? ജി ഡാഷ് അല്ലെ? ജി ഡാഷ് എന്തായിട്ട് മാറി? സർഫസിന്റെ 4 ടൈംസ് 1/4 ആവുന്നത് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ഒറ്റ ഇത് ചെയ്താൽ മതി. ഇതുകൊണ്ട് നേരെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ നോക്കി, ജി ഡാഷിന് പകരം ജി ബൈ 4 ഈസിക്കൽ എന്താ? ജി ഇൻറ്റു എന്തെന്ന് എഴുതാം? ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചിട്ട് എഴുതിക്കോ. ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ജി കട്ട്. അങ്ങനെയാണെങ്കിൽ 1/4 ഈസിക്കൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ? ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ആണല്ലോ, ശരിയല്ലേ? ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ആണോ? ആണ്. ഇതിങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു എന്താ? 4r സ്ക്വയർ എന്ന് വരും. ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ? ഇവിടെ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല എക്സ്പാൻഡ് ചെയ്യണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ട് സൈഡിലും റൂട്ട് എടുത്താലോ? ടേക്കിംഗ് റൂട്ട് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും റൂട്ട് എടുത്താലോ? റൂട്ട് ഓഫ് ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് വരും ഈസിക്കൽ ടു റൂട്ട് ഓഫ് 4r സ്ക്വയർ എന്ന് വരും, അല്ലയോ? റൂട്ട് ഓഫ് ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയറിന്റെ റൂട്ട് എത്രയാണ്? ആർ പ്ലസ് എച്ച് ഈസിക്കൽ ടു റൂട്ട് ഓഫ് 4r സ്ക്വയറിന് എത്രയാണ്? 2r. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എച്ച് ഈസിക്കൽ ടു എത്രയാ? 2r മൈനസ് ആറ്. അവിടുന്ന് എച്ച് ഈസിക്കൽ ടു എന്താ? 6. കണ്ടോ? അതായത് എർത്തിന്റെ റേഡിയസിന് തുല്യമായിട്ടുള്ള ഹൈറ്റിലായിരിക്കും ഗ്രാവിറ്റി 4 മാറുന്നത്. അതായത് എർത്തിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6400 കിലോമീറ്റർ. അത്രയും ഹൈറ്റ് മുകളിലോട്ട് ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ ഭാഗത്ത് 9.8 ആണെങ്കിൽ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് 9.8 ആണെങ്കിൽ ഈ ഭാഗത്ത് വരുമ്പോൾ എത്ര ആയിരിക്കും? 9.8 ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും? 4 ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചെറുതാക്കാം, എഴുതിയെടുത്തു. പെട്ടെന്നാട്ടെ.
എന്താ മോനെ? താഴോട്ട് ഒറ്റ ലൈനേ ഉള്ളൂ, അത് നീ തന്നെ എഴുതിയാൽ മതി. r പ്ലസ് എച്ച് ഈസിക്കൽ 2r എന്ന് പറയുമ്പോൾ എച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നിനക്ക് അറിയത്തില്ലേ? ആ ഓക്കെ, ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഡെപ്ത് കുറെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ നോക്കിയോ. താഴോട്ട് പോകുമ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ ഡെപ്തിലും മുകളിലോട്ട് പോകുമ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലും ഗ്രാവിറ്റി ഈക്വൽ ആവും. അത് എപ്പോഴാണെന്നാണ് അടുത്ത ചോദ്യം. ഞാൻ ഇവിടെ ഓഫ്ലൈൻ വന്നവര് അതിനകത്ത് നോട്ട്സ്, ഓഫ്ലൈൻ വന്നവർ ആരെങ്കിലും അതിനകത്ത് ഈ ക്ലാസ്സിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടില്ല, അവർ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം, കേട്ടല്ലോ. അപ്പം ഓർത്തോണം, എന്താണ് നമ്മൾ കുഴിച്ചു പോകുമ്പോൾ ഏതോ ഒരു പോയിന്റിലെ ഗ്രാവിറ്റിയും മുകളിലോട്ട് പോകുമ്പോൾ ഏതോ ഒരു പോയിന്റിലെ ഗ്രാവിറ്റിയും ഈക്വലാണ്. അപ്പം ഹൈറ്റ് ഏതോ ഒരു ഹൈറ്റിൽ ഏതോ ഒരു ഡെപ്തിലെ ഗ്രാവിറ്റിയുമായിട്ട് ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നോക്കിയോ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അറ്റ് വാട്ട് ഹൈറ്റ് എല്ലാവരും കൂടെ ശ്രദ്ധിക്കണം, എന്റെ കൂടെ എഴുതി പൊക്കോണേ. അറ്റ് വാട്ട് ഹൈറ്റ് above the surface and what depth below the surface of the earth, acceleration due to gravity becomes equal. അതെങ്ങനെയാണ്? ഓക്കെ, നമുക്കറിയാം ഇതിന്റെ ഇക്വേഷൻ എന്താ? ഗ്രാവിറ്റി ജി ഡാഷ് അറ്റ് എ പെർട്ടിക്കുലർ ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? എച്ച് വെരി ലെസ് ദാൻ ആർ ആണെങ്കിൽ എന്തായിരിക്കും? എന്താ നമ്മൾ പഠിച്ചത്? ഈസിക്കൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ ആണല്ലോ. ആണോ? ജി ഡാഷ് അറ്റ് എ പെർട്ടിക്കുലർ ഡെപ്ത് എന്തായിരിക്കും? ജി ഇൻറ്റു 1 മൈനസ് തിരിച്ചു നോക്ക്, ഡി ബൈ ആർ. ഇത് രണ്ട് ഈക്വൽ ആകുന്നത് ഏത് കണ്ടീഷനാന്ന് നോക്കിയാൽ മനസ്സിലായി. ഇത് രണ്ട് ഈക്വൽ ആകുന്നത് ഏത് ഇതിലാന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്താ നമ്മൾ ചോദിച്ചിരിക്കുന്നതിനനുസരിച്ച് ജി ഡാഷ് എച്ച് ഈസിക്കൽ എത്രയാ? ജി ഡാഷ് എച്ച് ഡെപ്ത് ആയിരിക്കണം. അത് ഏത് കണ്ടീഷൻ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ജി ഡാഷ് എച്ചിന്റെ ജി ഇൻറ്റു നമുക്ക് എന്ത് കൊടുക്കാം? 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ. ഇവിടെ ഈസിക്കൽ എന്താ? ജി ഇൻറ്റു എത്രയാ? 1 മൈനസ് ഡി ബൈ ആർ ആണല്ലോ. ഇതും ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തെന്ന് വരും? അപ്പൊ ആറും കട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പുറത്ത് 1 മൈനസ് അല്ലേ. 1 മൈനസ് 2h ബൈ ആർ ഈസിക്കൽ ടു 1 മൈനസ് ഡി ബൈ ആർ. ഇതെങ്ങനെ 6 കട്ട് ചെയ്യുന്നത്? എൽസിഎം എടുത്ത് കഴിഞ്ഞ് കട്ട് ചെയ്യാം, മനസ്സിലായോ? ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ഇത് ഇങ്ങോട്ട് എൽസിഎം എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് എൽസിഎം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും?
r minus 2h by r is equal to r minus d by r ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആറും ആറും ഇപ്പൊ കട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റേ ആർ എങ്ങനെ കട്ട് ചെയ്യുന്നത്? നല്ല കുഞ്ഞാണല്ലോ മോൻ. അപ്പം ആർ മൈനസ് 2h ഈസ് ഈക്വൽ ടു ആർ മൈനസ് ഡി എന്ന് വരുന്നു ആണല്ലോ. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് 0 ആയി പോവല്ലേ ചെയ്യുന്നത് അല്ലേ? 0 ആവുന്നതാണോ പറഞ്ഞത്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ മൈനസ് 2h ഈസ് ഈക്വൽ എത്രയാ? മൈനസ് ഡി. ഇത് 0 ആയപ്പോൾ അപ്പോൾ മൈനസ് 2h ഈസ് ഈക്വൽ എത്രയാ? മൈനസ് ഡി. അങ്ങനെയാണെങ്കിൽ മൈനസും മൈനസും കട്ട് ചെയ്ത് പോകുമ്പോൾ നോക്കിയോ, അതിന്റെ റിലേഷൻ നോക്കണം. ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഡെപ്ത് ബൈ 2. അതായത് ഒരു ഡെപ്തിന്റെ ഒരു പെർട്ടിക്കുലർ ഡെപ്തിന്റെ പകുതി എടുക്കുമ്പോൾ അതിന്റെ ഹൈറ്റുമായിട്ട് ഈക്വൽ വരുന്നിടത്ത് എന്താണ് എല്ലാം എന്താ തിരിച്ചെടുക്കാം. ഡെപ്ത് ഈസ് ഈക്വൽ ടു 2h. അതായത് ഹൈറ്റ് ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്. എർത്തിന്റെ എല്ലാരും നോക്കിയോ ഇവിടെ നോക്കിയോ. ഞാൻ മുകളിലോട്ട് ഒരു 500 കിലോമീറ്റർ എടുത്തിരിക്കുക ഹൈറ്റ്. ഓക്കെ. അപ്പം താഴെ അല്ല, അത് ഹൈറ്റ് 500 കിലോമീറ്ററാ. അപ്പൊ ഡെപ്ത് 2h. ഡെപ്ത് എത്ര വരണം? 2 × 500. അതായത് കുഴിച്ചു പോകുമ്പോൾ 1000 കിലോമീറ്റർ കുഴിക്കുമ്പോഴായിരിക്കും ആ 1000 കിലോമീറ്റർ കുഴിക്കുന്ന പോയിന്റിലെയും 500 കിലോമീറ്റർ മുകളിലോട്ടുള്ള പോയിന്റിലെയും ഗ്രാവിറ്റി ആയിരിക്കും ഈക്വൽ. ഇനി നിങ്ങൾ 600 എടുത്താലോ? 600 എടുക്കുമ്പോൾ 600ഉം 1200. മനസ്സിലായോ? ഇനി നിങ്ങൾ 1000 എടുത്താലോ മുകളിലോട്ട്? 1000ഉം താഴെ 2000. മനസ്സിലായോ? അപ്പം ഹൈറ്റിന്റെ ഇരട്ടി ഡെപ്ത് വരുമ്പോഴായിരിക്കും ഗ്രാവിറ്റി ഈക്വൽ ആകും. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇതിനേക്കാളും നല്ല ഇങ്ങനെ പഠിക്കുന്നതാണ്. ഈ h/h is d/2 പഠിക്കുന്നതിനും ഭേദം ഇങ്ങനെ തന്നെ പഠിക്കുന്നത്. എന്താ? d is equal to 2h. ഇത് മനസ്സിലാകാത്തവർ ചോദിക്കണം. ഓൺലൈനിലുള്ളവര് മനസ്സിലായില്ലെങ്കിൽ വാ തുറന്ന് ചോദിക്കണം. ചെറുതാക്കാം, എഴുതാനുള്ളവർക്ക് എഴുതാം. ഓക്കെ. അടുത്ത ഹെഡിങ് എഴുതിക്കോ. ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അടുത്ത ഹെഡിങ് എഴുതിക്കോ. ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന റീജിയൻ, അതിനെയാണ് എന്താ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? നിങ്ങളൊരു മാഗ്നറ്റ് വെച്ചിട്ട് അങ്ങ് കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ മാഗ്നറ്റ് വെച്ചിട്ട് കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പോയി നിന്നാൽ ഫോഴ്സ് അനുഭവപ്പെടുമോ? ഇല്ല. അതിന്റെ ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനുള്ളിൽ കയറിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ആ റീജിയനാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതേപോലെ എർത്തിന്റെ ഗ്രാവിറ്റി, ഇപ്പൊ ഞാൻ നമ്മുടെ മെൽവിനെ കയറ്റി മറ്റേ ചന്ദ്രനിലോട്ട് പോവാം. ഒരു സ്പേസ് വെഹിക്കിളെ കയറ്റി മുകളിലോട്ട് അങ്ങ് വിടുവാ മെൽവിനെ. അപ്പൊ എന്താ? ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ? മെൽവിന്റെ താഴോട്ടൊരു ഫോഴ്സ് അനുഭവപ്പെടത്തില്ല. മനസ്സിലായി? മെൽവിൻ ചന്ദ്രനിലോട്ടാകുന്നത്. അവിടെ ഒരു സ്പേസ് സ്റ്റേഷൻ ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഇങ്ങനെ പറന്ന് നടക്കും. മനസ്സിലായോ? അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഗ്രാവിറ്റി ഇല്ല. അതെന്തുകൊണ്ടാ? അത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട് എർത്തിന് ചുറ്റിനും, അതിന് പുറത്താണ്. അപ്പൊ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. ആദ്യ ഹെഡിങ് എഴുതി. ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. Okay. ഇവിടെ നോക്കിയോ. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് it is the space around the earth where its gravitational influence is felt. Where its gravitational influence is felt. Where its gravitational influence is felt.
അടുത്തത് ഒരു ഡെറിവേഷൻ ആണ്. 2 ഡെറിവേഷൻ പഠിക്കാനുണ്ട്. 2 അല്ല, ഇനി മൊത്തം 4 ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഒരു കെപ്ലർ ലോയും പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. ഏതാ ഗ്രാവിറ്റേഷണൽ? ഗ്രാവിറ്റി ആർക്കാ ഉള്ളത്? അതിനുണ്ടായിരിക്കും. അവിടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ആര് പോയി? പോയിട്ട് ഓക്കെ. എടാ, നമ്മൾ ഇവിടെ പഠിക്കുന്ന എല്ലാം എന്തിനെ പറ്റിയാ? ഏതാ? എർത്തിനെ പറ്റിയാ. എർത്തിന്റെ ചുറ്റിനുമുള്ള ഫീൽഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. എർത്തിന്റെ താഴോട്ട് ഇതെല്ലാം ആദ്യം നമ്മൾ എന്തോ കൺസിഡർ ചെയ്തത്? ഒരു വലിയ ബോഡിയൊക്കെ വട്ടത്തിൽ ഇങ്ങനെ വരച്ചായിരുന്നു. അത് ഞാൻ എന്തോ ആണെന്നാ പറഞ്ഞത്? ചന്ദ്രനാണെന്ന് പറഞ്ഞത്. പിന്നെന്തോ പറഞ്ഞേ? ആ, ശരി. ഇത് എർത്തിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. ഓക്കെ ഓക്കെ, നോക്കിക്കോളൂ. അപ്പൊ നോക്കിക്കോളൂ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അടുത്ത ഹെഡിങ് ആയിരിക്കും ഗ്രാവിറ്റേഷൻ. ഒരു കാര്യം, ഒരു ഗ്രാഫ് വരയ്ക്കാൻ മറന്നുപോയി. പറയാം. ഇൻഫ്ലുവൻസ് ഈസ് ഫെൽറ്റ്. ഓക്കെ, ഇത് എഴുതിക്കോ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അല്ല, അത് പുതിയൊരു സാധനം, അതായത് ഡെറിവേഷൻ ഉള്ളത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡെറിവേഷൻ ആണ്. ഇത് ഡെറിവേഷൻ ആണ്. ഇതും ഡെറിവേഷൻ ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അതിനും ഒരു ചെറിയ ഡെറിവേഷൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോണം, ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. ഇത് എളുപ്പമാണ്, അടുത്ത ഇച്ചിരി പാടാണ്. ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഗ്രാവിറ്റി അല്ല. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് ഇവിടെ. അപ്പം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2 വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ള ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ്, ഫിസിക്സിൽ. രണ്ടാമത് പഠിക്കാനുള്ള ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിനകത്ത് നിങ്ങൾ പൊട്ടൻഷ്യലിനെ പറ്റിയും പഠിക്കും, പൊട്ടൻഷ്യൽ എനർജിയെ പറ്റിയും പഠിക്കും. ഈ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും രണ്ടാം എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും സ്പീഡും വെലോസിറ്റി തമ്മിൽ എന്തോ വ്യത്യാസം? അതേപോലെ തന്നെയാണ്. അപ്പൊ അതേപോലെ തന്നെ ചെറിയൊരു രണ്ടും ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അപ്പൊ ആ വ്യത്യാസം നമ്മളോട് പറയാൻ പോകുന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ എത്ര? 1 കിലോഗ്രാം. ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ നിന്നും എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടോട്ടൽ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിക്കോളൂ. നമ്മളൊരു എർത്ത് കൺസിഡർ ചെയ്യുന്നു. എർത്തിന്റെ ഈ റേഞ്ചിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, എം മാസ് ആണ്. ഈ മാസിന്റെ പ്രത്യേകത 1 കിലോഗ്രാം ആണ്. ഇതിനെ പൊക്കിയെടുത്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് ദൂരെ ഈ ഒരു പോയിന്റിൽ കൊണ്ടുവെക്കാൻ വേണ്ടി നമ്മൾ എന്തോരം വർക്ക് ഡൺ ചെയ്യണോ എന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാം അസ്യൂം ചെയ്യണം. അല്ലാതെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു സാധനം പൊക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതല്ല. ഇപ്പം എയ്റോപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവിടുന്ന് എയ്റോപ്ലെയിനെ അങ്ങോട്ടേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. ഗ്രാവിറ്റേഷൻ ഫീൽഡിനകത്തുള്ളതാണ്. നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ അസംപ്ഷൻ ആണെന്നാ പറഞ്ഞത്, മനസ്സിലായോ? അല്ലാതെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ റോക്കറ്റ് വിടുന്നത് ഗ്രാവിറ്റേഷൻ ഫീൽഡിനകത്താണോ? റോക്കറ്റ് ഇവിടുന്ന് പോകുന്നത് ആണല്ലോ. അപ്പൊ അവിടുന്ന് തിരിച്ചു വരുന്നു. അത് തന്നെയാണല്ലോ ഇവിടെയും പറയുന്നത്. അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ വെളിയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിനെ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ അകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തോരം വർക്ക് ഡൺ ചെയ്യണം. ഞാൻ മീൻസ് എന്താണോ ആ ബോഡി എന്തോരം വർക്ക് ചെയ്യണം, അതാണ് അതിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ്. ഇവിടെ മാസ് എപ്പോഴും എന്തായിരിക്കും? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ പറയുമ്പോൾ മാസ് എപ്പോഴും 1 kg ആയിരിക്കണം. പക്ഷെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ മാസ് 1 kg എത്ര മാസ് വേണേ ആവാം. അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. പൊട്ടൻഷ്യൽ എനർജിയും പൊട്ടൻഷ്യലും രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും വർക്ക് ഡൺ ആണ്. പക്ഷെ ഇവിടെ 1 കിലോഗ്രാം മാസിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരാനുള്ള പൊട്ടൻഷ്യലും വർക്കും, മറ്റേത് എത്ര മാസ് വേണേയാകാം അതിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരാനുള്ള ഇത്. ഓക്കെ ആണല്ലോ? അതാണ് തമ്മിലുള്ള വ്യത്യാസം. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഒന്നും ഡയറക്ഷൻ ഒന്നും ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ്, അല്ലേ? അതേപോലെ ചെറിയൊരു വേരിയേഷൻ ഇത് തമ്മിലുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യാം? ഫോർമുല അല്ല എടാ, ഫോർമുല എന്നാ ഇവിടെ മാസ് 1 ആയിട്ടാണ് എടുക്കുന്നത്, അവിടെ ആ മാസ് m ആയിട്ട് തന്നെ കൊടുക്കും. അപ്പൊ ഫോർമുല എങ്ങനെ ഒന്നാണ്? ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പറയാം. ഞാനൊരു കാര്യം പറയുന്നത്, ഒരു സാധനം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാന്നുള്ളതാണ് അതിനകത്ത് കൃത്യമായിട്ടുള്ള സാധനം. അപ്പൊ അതിനകത്തെല്ലാം ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരം അവസാനം വരും. എല്ലാം പഠിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. അതാണ് പഠിപ്പിച്ച് കഴിയുമ്പോൾ ഒരുത്തനും ഉണ്ടെന്നില്ല. ഓക്കെ, ഇവിടെ നോക്കിയോ,
ഇത് കണ്ടോ, ഇത് റേഡിയസ് ആയിട്ട് എടുക്കണേ, ഇത് റേഡിയസ് ആയിട്ട് എടുക്കണം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇത് സെന്റർ ആണ് അല്ലേ? സെന്ററിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ അല്ലേ? വേറൊരു കാര്യം കൂടെ ഓർത്തോണം. ഞാൻ വേണ്ട ഈ ആർ പ്ലസ് ഇവിടം വരെയുള്ള ഹൈറ്റിനെ ഞാൻ സ്മോൾ ആർ എന്നും ചിലപ്പോൾ എടുക്കും. എർത്തിന്റെ സെന്ററിൽ നിന്ന് സർഫസ് വരെയുള്ള ദൂരം എർത്തിന്റെ റേഡിയസ്, ആ എർത്തിന്റെ സർഫസിൽ നിന്ന് ആ പോയിന്റ് ഇരിക്കുന്നിടം വരെയുള്ള ദൂരം എച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ആർ പ്ലസ് എച്ച് എന്ന് പറഞ്ഞ ഈ ദൂരത്തിന് എനിക്ക് വേണം സ്മോൾ ആർ എടുക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ എടുക്കുക, അസ്യൂം ചെയ്യാം കേട്ടോ. ഇത്രയും വരച്ചിട്ട് ഇത്ര എഴുതിക്കും. ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചോദിക്കണം. ഡൗട്ട് ക്ലിയർ ചെയ്യാതെ അടുത്തതിലേക്ക് പോകരുത്. ഈ ചാപ്റ്റർ നമ്മുടെ ഫ്ലൂയിഡ്സിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഫ്ലൂയിഡ്സിനോളം ഇമ്പോർട്ടന്റ്, അത്രയും തന്നെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാവും. പെട്ടെന്ന് വരയ്ക്കണം, പെട്ടെന്ന് വരയ്ക്കണം. പറയട്ടെ? ഓക്കെ, നോക്കിക്കോളൂ, നോക്കി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വി ജി അല്ലെ? വി ജി എന്നല്ലേ നമ്മൾ പറഞ്ഞേ? വി ജി ഈസിക്കൽ എന്താണെന്നറിയോ? വർക്ക് ഡൺ. എന്തിന്റെ മണ്ടയ്ക്കാ വർക്ക് ഡൺ ചെയ്യുന്നത്? യൂണിറ്റ് മാസിന്റെ മണ്ടയ്ക്ക് ആണോ? വർക്ക് ഡൺ ബൈ യൂണിറ്റ് മാസിനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എഗൈൻസ്റ്റ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വി ജി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ എം എന്ന് എഴുതാം. എം ഇവിടെ 1 ആയതുകൊണ്ട് തന്നെ വി ജി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ഡബ്ല്യു എന്ന് എഴുതാം. കണ്ടോ? വി ജി ഈസ് ഈക്വൽ ടു ഡബ്ല്യു. കഴിഞ്ഞിട്ടില്ല, ഡെറിവേഷൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ എന്തായാലും ഒരു വർക്ക് ഡൺ ചെയ്യണമല്ലോ അല്ലെ? എന്നാലല്ലേ ഇനി ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. വർക്ക് ഡൺ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. ശരിയല്ലേ? എന്ത് ഫോഴ്സാ? എന്ത് ഫോഴ്സിനെതിരെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്? ഗ്രാവിറ്റേഷൻ. അപ്പൊ ആ ഗ്രാവിറ്റേഷനിലെ ഫോഴ്സിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ അതേ ഫോഴ്സ് തന്നെ നമ്മൾ കൊടുത്താലേ എന്ത് ചെയ്യത്തുള്ളൂ? അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇതേണ്ട ഇങ്ങനെയാ ചെയ്യാൻ പോകുന്നത്. therefore വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ ഡബ്ല്യു ആണ്. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഫോഴ്സിനെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എഫ് ജി എന്ന് എടുക്കാം, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിനെ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് തന്നെ എടുക്കുകയാണ്. ഇതിനെ നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി പഠിച്ചിട്ടുണ്ട്. വി ഹാവ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്താ? നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ച വി ഹാവ് എന്താ? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ട് ഗ്രാവിറ്റേഷൻ എഫ് ജി എന്താ? എഫ് ജി ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ എന്താ? ആർ സ്ക്വയർ ആണ്. ആണോ? അല്ല, ആർ പ്ലസ് എച്ച് ഡി ഹോൾ സ്ക്വയർ. കാരണം എന്താ? ഈ ഒബ്ജക്ട് എവിടെ ആയിരിക്കുന്നത്? ആ ഒരു എച്ച് ഹൈറ്റിലായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എർത്തിന്റെ റേഡിയസും ആ ഹൈറ്റും കൂടെ കൂട്ടണം. ശരിയല്ലേ? അങ്ങനെ തന്നെ നമ്മൾ അവിടെയും പഠിച്ചത്, ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ അല്ലേ? അത് വേണമെങ്കിൽ എന്താ എഴുതിക്കോണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേണമെങ്കിൽ ഇവിടെ വേണം എഴുതിയിട്ടോണം. എന്തുവാ? വി ഹാവ്. നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതാത്തത്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചോണം. എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കാടാ, നീ സമാധാനപ്പെടും. കൊടുക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ പോയിന്റ് മാസ് അറ്റ് ഹൈറ്റ് h ഈസ് ഗിവൺ ബൈ എന്നിങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വേഷൻ 2. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 2നെ കൊണ്ടുപോയിട്ട് 1നകത്ത് ഫോഴ്സിന് വരെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പൊ ഇക്വേഷൻ 2 ഇൻ എന്താ? 1 എന്ന് കൊടുക്കാൻ പോവാണ്. ഇക്വേഷൻ 2 ഇൻ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? W എന്ത് കിട്ടും? W ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ എന്താ? ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ആണോ? ഓക്കെ. ഇനി
ഞാൻ ആർ പ്ലസ് എച്ചിനെ ആറായിട്ട് എടുക്കുമെന്ന് പറഞ്ഞത് അവിടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് ഡെറിവേഷൻ വരുമ്പോൾ ഇവിടെയാണ് പറയുന്നത്. നമ്മൾ രണ്ട് കാര്യമാണ് ഇവിടെ മാറ്റാൻ പോകുന്നത്. ഇവിടെ സ്മോൾ എം എത്രയാ? 1 ആണ്. കാരണം ആ മാസ് ക്യാപിറ്റൽ എം എന്ന് പറയുമ്പോൾ എർത്തിന്റെ മാസ്, സ്മോൾ എം എന്ന് പറയുമ്പോൾ ആ പോയിന്റ് ഒബ്ജക്റ്റിന്റെ മാസ്. അപ്പൊ സ്മോൾ എം 1. അതേപോലെ ആർ പ്ലസ് എച്ചിനെ എന്തായിട്ട് എടുക്കുന്നത്? ആർ പ്ലസ് എച്ചിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? സ്മോളർ ആയിട്ട് എടുക്കുന്നത് ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ഇങ്ങനെ എഴുതാം. ഇനി നോക്കിയാൽ ഈ ഡബ്ല്യു തന്നെയല്ലേ വി ജി? ഡബ്ല്യു അല്ലെങ്കിൽ ഡബ്ല്യു തന്നെ എഴുതാം. ഡബ്ല്യു ഈസിക്കൽ എന്താ? ഇവിടെ ഇങ്ങനെ എഴുതാം, ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ എന്താ? ആർ ഇൻറ്റു എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ആർ സ്ക്വയർ. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഡബ്ല്യു എന്തായി? ഇക്വേഷൻ 1-നകത്ത് എഫ് ജിക്ക് പകരം ഈ എഫ് ജി കൊണ്ട് അങ്ങോട്ടേക്ക് കൊടുത്തു. അപ്പോൾ ഡബ്ല്യു ഈസിക്കൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സിന് പകരം ജി എം എം ബൈ ആർ പ്ലസ് എഫ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നായി. കത്തിയോ? ഓൺലൈനിൽ ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കണേ, ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. ഫിസിക്സിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ? നമുക്ക് ഇൻഫിനിറ്റി തൊട്ട് ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ഈ ഒരു പോയിന്റ് വരെ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. ഫിസിക്സിൽ അത് പറ്റുമോ? ടോട്ടൽ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മൾ എന്തുവാ പറഞ്ഞത്? നമ്മൾ ചെറിയ ചെറിയ ഡിസ്റ്റൻസ്, ഒരു ഡി ആർ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ കണ്ടുപിടിക്കുന്നത്. നമ്മൾ പലയിടത്തും അങ്ങനെയാണ് ചെയ്തത് ഇല്ലേ? പല ഡെറിവേഷനകത്തും അങ്ങനെയാണ് ചെയ്തത്. ഓർക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് നമ്മൾ ഇങ്ങനെ എഴുതി ചെയ്യാൻ പോവാണ്. ഫോർ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഡി ആർ, സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഡി ആർ, വർക്ക് ഈസ് എന്താ? വർക്ക് എന്തായിരിക്കും? വർക്കും എന്താ? വർക്ക് ഡൺ ഈസ് എന്ത് തന്നെയായിരിക്കും? വർക്ക് ഡണ്ണും ചെറുതായിരിക്കും. ചെറിയ ഡിസ്റ്റൻസ് നീക്കാൻ വേണ്ടി വർക്ക് ഡൺ ചെയ്യുന്നത് എന്ത് തന്നെയായിരിക്കും? ചെറിയ വർക്ക് ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയല്ലേ നമ്മൾ എടുക്കുന്നത്. ഡി ആറും ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഡി ആറും ഡി ഡബ്ല്യു, ഡി ആർ എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിസ്റ്റൻസ്, ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ വർക്ക്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഡി ആർ ആണല്ലോ. നമുക്ക് ഡി ഡബ്ല്യു ആണോ കണ്ടുപിടിക്കേണ്ടത്? ഡബ്ല്യുവിന്റെ ടോട്ടൽ ആണോ കണ്ടുപിടിക്കേണ്ടത്? ഡി ഡബ്ല്യു ആണോ കണ്ടുപിടിക്കേണ്ടത്? ഡബ്ല്യുവിന്റെ ടോട്ടൽ ആണോ കണ്ടുപിടിക്കുന്നത്? നമ്മൾ എന്തോ കണ്ടുപിടിക്കും? നമ്മൾ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഈ പോയിന്റിൽ നിന്നും വേണ്ട ഈ ഒരു പോയിന്റിലേക്ക് ഇത്ര ഒരു ചെറിയ ഡിസ്റ്റൻസ് നീക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡണ്ണാണ് ഡി ഡബ്ല്യു. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ കണ്ടുപിടിക്കുന്നത്. അത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇവിടുന്ന് ഇവിടം വരെ നീക്കി, പിന്നെ ഇവിടുന്ന് ഇവിടം വരെ നീക്കി, ഇവിടുന്ന് ഇവിടം വരെ നീക്കി. അപ്പം ചെറിയ ചെറിയ ഡിസ്റ്റൻസ് നീക്കിയിട്ട് ടോട്ടൽ കണ്ടുപിടിക്കും. അതിന് പകരം മാത്സ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഇന്റഗ്രേഷൻ. അപ്പൊ എവിടം തൊട്ട് എവിടം വരെ എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നോക്കിയോ? ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 6 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റി തൊട്ട് എവിടം വരെയാണ് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? 6 ഡിസ്റ്റൻസ് വരെയാണ് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ലിമിറ്റ് കൊടുക്കണം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, എവിടം തൊട്ട് എവിടം വരെയാണ് ടോട്ടൽ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമുക്ക് ടു ഫൈൻഡ് ടോട്ടൽ വർക്ക്, ടോട്ടൽ വർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ടോട്ടൽ വർക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എവിടം തൊട്ടാ? ഇൻഫിനിറ്റി തൊട്ട് 6 വരെ. ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഈസിക്കൽ ടു ഇൻഫിനിറ്റി തൊട്ട് 6 വരെ ഇപ്പുറത്തും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. എപ്പോഴും ആലോചിച്ചോണം, ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? ഡബ്ല്യു ആയിരിക്കും കിട്ടുന്നത്. ശരിയല്ലേ? ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു കിട്ടും, ഈസിക്കൽ ടു കോൺസ്റ്റന്റുകളെ ഒന്നും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാത്തിനെയും പുറത്തെടുക്കണം. ജി കോൺസ്റ്റന്റ് ആണ്, മാസ് ഓഫ് എർത്ത് കോൺസ്റ്റന്റ് ആണ്. ബാക്കി എന്ത് വരും? ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/r സ്ക്വയർ ഡി ആർ എന്ന് വരും. ആണല്ലോ? ഇത്ര എഴുതുക. ഇവിടെ തൊട്ട് പ്യൂർ ഇന്റഗ്രേഷനിലേക്ക് കയറുകയാണ്. നമ്മൾ ഇത് പഠിച്ചതാ, 1/x സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ x സ്ക്വയർ ബൈ 2 എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു. ഏതാണെന്നറിയോ? വർക്ക് എനർജി തിയറം പഠിപ്പിച്ച സമയത്ത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഓർത്താൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ മാർക്ക് മുട്ട കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, നോക്കിയോ? നമ്മള് എപ്പോഴും ആലോചിച്ചോണം, ഇന്റഗ്രേഷന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എക്സ് റേസ് ടു എന്നിനെ നമുക്ക് അതിന്റെ ഫോർമുല ഉണ്ട്, എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 ആയിരിക്കും. കാണാൻ പഠിച്ചു വെക്കണം, അടുത്ത വർഷം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇന്റഗ്രൽ എക്സ് റേസ് ടു എന്നെ നമുക്ക് എന്താന്ന് എഴുതാം? എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ എന്താ? n+1 എന്ന് എഴുതാം. ഇവിടെ ഇതിനെ എന്താക്കുന്ന അറിയോ? ഇതിനെ ഒരു സ്റ്റെപ്പ് കൂടെ വേണമെങ്കിൽ എഴുതിക്കോ. ഇതിനെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിക്കോ. ഈ ആർ സ്ക്വയറിനെ മുകളിലോട്ട് കൊണ്ടുപോകാം. നോക്കി, ഈ ആർ സ്ക്വയറിനെ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡബ്ല്യു ഈസിക്കൽ ടു എന്താ? ജി എം ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എന്തെന്ന് വരും? 1/r സ്ക്വയറിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ ആർ റേസ് ടു മൈനസ് എന്തെന്ന് വരും? 2 എന്ന് വരും, ഇൻറ്റു എന്താ? ഡി ആർ എന്ന് വരും. ആണല്ലോ?
ഇനിയും ഇത് താഴോട്ട് എഴുതിക്കോ, ഇനി ഇത് താഴോട്ട് എഴുതിക്കോ. നോക്കൂ, നമുക്കറിയാം ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. ഇവിടെ നോക്കിയേ, എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ കിടക്കുന്നത്, ആർ റേസ് ടു മൈനസ് 2. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം, ആർ റേസ് ടു മൈനസ് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് 2 പ്ലസ് 1 എന്ന് എഴുതാം. കാരണം ഈ ഫോമിൽ തന്നെയല്ലേ ഇത് കിടക്കുന്നത്. അവിടെ ശ്രദ്ധിക്കാൻ പോയതാ, അവിടെ നോക്കാൻ പോയത് ഇവിടെ നോക്കണം, അല്ല അട്ടിക്കാൻ പൊട്ടിക്കും ഞാൻ. ഇവിടെ നോക്ക്, അവിടെ എന്തോ നോക്കാൻ പോയത്, ആ പോയില്ലേ ഇത്. ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിക്കും, ഞാൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ. ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇതൊന്നും നേരത്തെ പഠിച്ച സാധനമല്ല, പുതിയതായിട്ട് പഠിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, എക്സ് റേസ് ടു എൻ ഈസിക്കൽ എത്രയാ, എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 അല്ലയോ. അപ്പം ഇവിടെ എക്സിന് വരെ 6, എന്നിന് വരെ -2 ഉള്ളൂ. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആർ റേസ് ടു -2 പ്ലസ് 1 ഡിവൈഡ് ബൈ -2 പ്ലസ് അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയാ, w ഈസിക്കൽ ടു ജി എം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്റഗ്രൽ സൈൻ ഇടേണ്ട ആവശ്യമില്ല, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഈ ലോവർ ലിമിറ്റിനെ അപ്പർ ലിമിറ്റിനെ ഇവിടെ കൊടുക്കുക, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്. എന്നിട്ട് ഇവിടെ എന്ത് കൊടുക്കുക, ആർ റേസ് ടു -2 പ്ലസ് 1 ഡിവൈഡ് ബൈ എത്രയാ, -2 പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് w ഈസിക്കൽ എന്തെന്ന് വരും, ജി എം ഇൻറ്റു ആർ റേസ് ടു -2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, -1 അല്ലേ, ബൈ താഴെ എന്താ -1, ഇവിടെ ഇൻഫിനിറ്റി ആർ. ഇനി എന്താ ചെയ്യേണ്ടത്, w ഈസിക്കൽ ടു നോക്കിക്കോളൂ, ഈ മൈനസ് ഫ്രണ്ടിലോട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ജി എം ആവത്തില്ലേ, ഇൻറ്റു എന്തെന്ന് വരും, ആർ റേസ് ടു -1 എന്താ, ലോവർ ലിമിറ്റ് എന്താ ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് എന്താ ആർ ആണല്ലോ. ഇനി ഈ ആർ റേസ് ടു -1 നമുക്ക് 1/r ആക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ w ഈസിക്കൽ എന്തെന്ന് വരും, നെഗറ്റീവ് ജി എം ഇൻറ്റു എന്തെന്ന് എഴുതാം, 1/r എന്ന് എഴുതാം. ഇവിടെ എന്താ ഇൻഫിനിറ്റി ആർ ആണല്ലോ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ലിമിറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ലിമിറ്റ് കൊടുത്ത് മൈനസും പ്ലസും ആക്കി എഴുതാം. അതായത് അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിച്ചോണം, w ഈസിക്കൽ ടു ഇവിടെ ശ്രദ്ധിച്ചിട്ട് എഴുതണം, ജി എം ഇൻറ്റു അപ്പർ ലിമിറ്റ് ഏതാ ഇവിടെ 6, അത് ഈ ആറിന് പകരം 6 തന്നെ കൊടുക്കുക. 6 പകരം 6 തന്നെ കൊടുത്താൽ എന്താ 6 തന്നെയാണ്. അപ്പൊ 1/r മൈനസ് ഈ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1/ഇൻഫിനിറ്റി. 1/ഇൻഫിനിറ്റി ഓൾമോസ്റ്റ് ഈസിക്കൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ w ഈസിക്കൽ എന്താ, നെഗറ്റീവ് ജി എം ഇൻറ്റു എന്തെന്ന് വരും, 1/r എന്ന് വരും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് w ഈസിക്കൽ എന്താ, നെഗറ്റീവ് ജി എം ഡിവൈഡ് ബൈ എന്താ ആർ. ഈ w തന്നെയല്ലേ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി വി ജി, അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുത്തെഴുതാം, വി ജി ഈസിക്കൽ എന്താ, നെഗറ്റീവ് ജി എം ഡിവൈഡഡ് ബൈ ആർ. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, ചെറുതാക്കാം. ഏതാ 1/r മൈനസ് 1/ഇൻഫിനിറ്റി. 1/ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്താ, 1/10 എത്ര, 1/10 പോയിന്റിൽ പറ. 1/100 എത്ര, 1/1000 എത്ര, 1/10,000 എത്രയാ. അപ്പൊ 1/ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 0.000000000000001. അപ്പൊ അത് വളരെ ചെറിയ സംഖ്യ, അത് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുക, അതാണ് ഉദ്ദേശം. മനസ്സിലായോ? ഡൗട്ട് ഉള്ളവർക്ക് നോക്കി എഴുതാം, ചെറുതാക്കാം നോക്കിയോളൂ. ഒരു ഡെറിവേഷനേ ആയിട്ടുള്ളൂ, ഇനി ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഡെറിവേഷൻ ഉണ്ട്. ഇത്ര ഉള്ളതാണ്. ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് ഓക്കെ ആണോ? ഞാനിത് ഒന്ന് ചോദിച്ചിട്ട്, അലൻ ഓക്കെ ആണോ മോനെ? അലൻ ഓക്കെ ആണോ? അലൻ ഓക്കെ ആണ് സർ. ഓക്കെ. അമലിന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അമൽ യെസ് സർ, മനസ്സിലാവുന്നുണ്ട്. അനഘ ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. അരവിന്ദ്, ആര്യലക്ഷ്മി, ക്രിസിൻ ഓക്കെ ആണോ? 3 പേര് ഓക്കെ ആണ് സർ. ഓക്കെ ആണ്. ജോഷുവ, ജ്യോതിസ്, പാർവണ, സൂര്യഗായത്രി ഓക്കെ ആണോ? ഓക്കെ, എഴുതിയെടുക്കാനുള്ളവർ എഴുതിയെടുത്തോ പെട്ടെന്നാട്ടെ. ഒരു ഡെറിവേഷൻ കൂടെ ഉണ്ട്. സർ 1/ഇൻഫിനിറ്റി 0 അല്ലേ? ആണ്. അതുകൊണ്ട് അത് എഴുതാഞ്ഞത്. 1/r മൈനസ് 0 എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ സർ.
ഏതാ ഇന്റഗ്രൽ ഒന്നുകൂടെ പറഞ്ഞു ആ ഞാനൊരു ഫൈൻഡ് ടോട്ടലിന്റെ കാര്യം അറിയത്തില്ല, പറഞ്ഞു തരണോ? ഇവിടെ അതോ ഇവിടെ? ഇവിടെ ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ എവിടൊക്കെ പഠിപ്പിച്ചാന്നറിയോ? 4 ഇടത്ത് ഈ ഇന്റഗ്രേഷൻ പഠിപ്പിച്ചാൽ 4 ഇടത്ത്. ബുക്ക് തുറക്കണതാണ് ചെയ്യാൻ. ഇവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞു തരുന്നതിന് പ്രശ്നമില്ല. നമ്മൾ ആ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് പഠിച്ചപ്പോൾ നീ ഉണ്ടായിരുന്നു ഇല്ലേ? നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് അവിടെ ഇത് തന്നെ നമ്മൾ പഠിച്ചത്. അതൊന്നുമില്ല, നമ്മൾ ഫിസിക്സിൽ ഡയറക്റ്റ് ആയിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ നമുക്ക് പാടാണ്, അതായത് അത് ലോജിക്കലി പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ്, ചെറിയ വർക്കാണെങ്കിൽ വർക്ക്, ചെറിയ ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ്, ആ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഭാഗത്തെ അതും കണ്ടുപിടിക്കും. എന്നിട്ട് എവിടം തൊട്ട് എവിടം വരെ കണ്ടുപിടിക്കണം നോക്കിയിട്ട് അവിടം തൊട്ട് അവിടം വരെ ടോട്ടൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നോക്കിയോ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ നോക്കിയോ, എനിക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, അതിനെ ഇവിടം വരെ നീക്കണം. അപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ ഇവിടം വരെ നീക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻഫിനിറ്റി ഒരു പോയിന്റ് ആണ്, ഇത് എർത്തിനടുത്തുള്ള ഒരു പോയിന്റ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടം വരെ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു ചെറിയ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എനിക്ക് അറിയാം, dr ഡിസ്റ്റൻസ് നീക്കാൻ വേണ്ടി ഞാൻ ചെയ്ത വർക്ക് എങ്ങനെയാ? dw. ചെറിയ ഡിസ്റ്റൻസ് നീക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന വർക്കും തന്നെ എന്തായിരിക്കും? ചെറുത് തന്നെ ആയിരിക്കും. ഇപ്പം d എന്ന് പറഞ്ഞാൽ ചെറുത് എന്നങ്ങ് വിചാരിച്ചാൽ മതി. അപ്പം ഇത് dw ആണെന്ന് എടുക്കാം. അടുത്ത dr ഡിസ്റ്റൻസ് നീക്കാനോ? അപ്പോഴെന്താ? അപ്പം വർക്ക് കൂടുതലായിരിക്കും, കാരണം എർത്തിനടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഗ്രാവിറ്റി കൂടി വരുന്നതുകൊണ്ട് ഈ പറഞ്ഞ വർക്ക് കൂടുതലായിരിക്കും. അപ്പൊ അവിടുത്തെ dw2 ആയിരിക്കും. അടുത്തതും സെയിം ഡിസ്റ്റൻസ് എടുത്തിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ വർക്ക് കണ്ടുപിടി dw3. അങ്ങനെ ഇവിടം വരെ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ w കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? dw1 പ്ലസ് dw2 പ്ലസ് dw3 ചെയ്താൽ പോരെ. ഇങ്ങനെ ചെയ്യാതെ നമുക്ക് dw1 dw2 ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ ലോജിക്കലി പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം ഇതിനകത്തെ ഒരു dw കണ്ടുപിടിക്കുന്നു. എങ്ങനെയാ? അതിനകത്ത് dr ഡിസ്റ്റൻസിൽ ചെയ്ത ഞാൻ ചെയ്ത വർക്ക് കണ്ടുപിടിക്കുന്നു. എത്രയാ? dr ഡിസ്റ്റൻസിൽ ഞാൻ ചെയ്ത വർക്ക് dw. ഈ dw നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഈ d1 d2 d3 d4 ചെയ്യുന്നതിന് പകരം മാത്സിലുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഇന്റഗ്രേഷൻ. എവിടെ തൊട്ടാ? ഈ ഇൻഫിനിറ്റി തൊട്ട് ഇവിടെ ചിലപ്പോൾ എർത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഇപ്പൊ r വരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ dw നെ നമ്മൾ ഇൻഫിനിറ്റി തൊട്ട് r വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇപ്പുറത്തെ ഒരു വാല്യൂ ഉണ്ട്, എന്താ? ഈ w ന് ഒരു വാല്യൂ ഉണ്ട്. dw ചെയ്യാൻ വേണ്ടി എനിക്കൊരു വർക്ക് കിട്ടിയായിരുന്നു. ആ വർക്ക് എന്തായിരുന്നു? gm ഡിവൈഡ് ബൈ r സ്ക്വയർ ഇൻറ്റു dr ആയിരുന്നു ഇല്ലേ? അതിനെയും എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പം dw നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നമുക്കറിയാം. ഇന്റഗ്രൽ dw എന്ന് പറയുമ്പോൾ dw1 പ്ലസ് dw2 പ്ലസ് dw3 പ്ലസ് dw4 എന്നർത്ഥം. അപ്പൊ എന്താ? w ഇല്ലേ? അപ്പൊ ടോട്ടൽ വർക്ക് കിട്ടി. അപ്പൊ dw ന്റെ ഇന്റഗ്രൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യാനൊന്നുമില്ല, ഡയറക്റ്റ് dx ന്റെ ഇന്റഗ്രൽ x ആയിരിക്കും, dr ന്റെ ഇന്റഗ്രൽ r ആയിരിക്കും, f ന്റെ ഇന്റഗ്രൽ f ആയിരിക്കും. ഓക്കെ, അതിന് dw ന്റെ ഇന്റഗ്രൽ w ആണ്. w ടോട്ടൽ എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്, കാരണം കോൺസ്റ്റന്റ് അല്ലാതെ വേറൊരു വേരിയബിൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഓരോ ഇന്റഗ്രേഷൻ ചെയ്യാനും ഓരോ റൂൾ ഉണ്ട്. കുറഞ്ഞ ഒരു 150 മെത്തേഡ് എങ്കിലും കാണും. 150 ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം. അടുത്ത വർഷത്തെ എനിക്ക് തോന്നുന്നൊരു 1.5 മാസം എടുക്കും നിങ്ങളുടെ സ്കൂളിൽ ഇന്റഗ്രേഷൻ പഠിപ്പിക്കാൻ. 1.5 മാസം to 2 മാസം അതായിരിക്കും ഇന്റഗ്രേഷൻ പഠിപ്പിക്കാൻ എടുക്കുന്ന ടൈം. ഓക്കെ ആണല്ലോ? അത്രയും വലിയ ചാപ്റ്റർ. അപ്പൊ അത്രയും കൺസെപ്റ്റ് അതിനകത്തുണ്ട്. അപ്പൊ ഇതിനകത്തെ നമുക്ക് ഈ ഫിസിക്സിനകത്ത് ആകെ പഠിക്കാനുള്ളത് ഈ x⁻n ഇന്റഗ്രൽ എടുക്കുന്നേ ഉള്ളൂ. ഇന്റഗ്രൽ x⁻n എടുത്താൽ x⁻n+1 ഡിവൈഡഡ് ബൈ n+1. ഇത് മാത്രമേ ഉള്ളൂ ഫിസിക്സിൽ നമുക്ക് ഡെറിവേഷനകത്ത് വരുന്ന ഇന്റഗ്രേഷൻ വരാറ്. ഓക്കെ, ഈ വർഷം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? ഓക്കെ, കിട്ടിയെങ്കിലേ കിട്ടിയെന്ന് പറയാം. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. എങ്ങനെ? ഇന്റഗ്രൽ gm ഡിവൈഡഡ് ബൈ എന്താണ്? r സ്ക്വയർ. ജിയും എമ്മും കോൺസ്റ്റന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തിറക്കി. ഇന്റഗ്രൽ 1/r സ്ക്വയർ എന്ന് വരും. r സ്ക്വയറിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ ഇന്റഗ്രൽ r⁻² എന്ന് വരും. ഇന്റഗ്രൽ ഇതിപ്പോ x⁻n ന്റെ ഫോമിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? x⁻n+1 ഡിവൈഡ് ബൈ n+1 ഉണ്ട്. അപ്പം r⁻² +1 ഡിവൈഡഡ് ബൈ -2+1. അപ്പൊ എത്രയാ? r⁻1 ഡിവൈഡ് ബൈ -1. എന്നിട്ട് ഈ -1 ഫ്രണ്ടിലോട്ട് മൈനസ് ആക്കി. ഈ r⁻1 1/r ആക്കി. ലിമിറ്റ് കൊടുത്തിട്ട് 1/r - 1/∞. ഇവിടെ എന്താണോ വരുന്നത് അത് മാറ്റിയിട്ട് അപ്പർ ലിമിറ്റും മൈനസ് അത് മാറ്റിയിട്ട് ലോവർ ലിമിറ്റും കൊടുക്കണം ഫൈനലി. ഓക്കെ,
അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഞാൻ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും എനർജിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ മാസ് യൂണിറ്റ് മാസ് ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഏത് മാസ് വേണേ ആവാം. ഓക്കെ ആണല്ലോ? അപ്പം എഴുതുക, ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ in bringing a body of mass m, പ്രത്യേകം യൂണിറ്റ് മാസ് അല്ല കേട്ടോ, നോട്ട് യൂണിറ്റ് മാസ് എന്ന് വേണേ എഴുതിക്കോ, നോട്ട് യൂണിറ്റ് മാസ്, from infinity to point in the gravitational വൈകിട്ട് കേറണേ. ഞാൻ വൈകിട്ട് മെസ്സേജ് ക്ലാസ് വൈകിട്ട് കേറണേടാ. the gravitational field of Earth. ക്ലിയർ ആണോ? തെറ്റാണോ? നീ ഇത് ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോടാ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, അടുത്തത് ഇതിന്റെ എക്സ്പ്രഷൻ ആണ്. അപ്പം ഇതിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇതിനെ നമ്മൾ യു ജി എന്നാണ് എഴുതാൻ പോകുന്നത്. മറ്റേ എന്തായിരുന്നു? മറ്റേ വി ജി ആയിരുന്നു. ഇത് യു ജി, പൊട്ടൻഷ്യൽ എനർജി യു വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. യു ജി ഈസിക്വൽ എന്താണെന്ന് അറിയാമോ? വി ജി ഇൻറ്റു എം ചെയ്താൽ പോരെ. കാരണം വി ജി എന്ന് പറയുമ്പോൾ യൂണിറ്റ് മാസിന്റെ വർക്കാണ്. അതിൻ്റെ കൂടി ഇൻറ്റു ഒരു എം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? അത് മറ്റേ മാസ് കൺസർവ് ചെയ്യുന്നതിന്റെ രീതിയിലായില്ലേ? അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ എഴുതിക്കോ, ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇതിനെ ഒരു ചില്ലിട്ട് വെച്ചേക്കാം. ഇത് ബേസിക് ഇക്വേഷൻ ഇങ്ങനെയല്ല, ഇതിന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, ഇതിന് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഓക്കെ, ഇനിയും അതിന്റെ ഡെറിവേഷനിലേക്ക് കയറാൻ പോവാണ്. നോക്കിക്കോളൂ, അതിന്റെ ഡെറിവേഷനിലോട്ട് കയറാൻ പോവാണ്. നമുക്കറിയാവുന്നത് യു ജി ഈസിക്വൽ ടു എന്താ? യു ജി ഈസിക്വൽ ടു വി ജി ആണ്. വി ജിയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താ? നെഗറ്റീവ് ജി എം ഡിവൈഡഡ് ബൈ ആർ ആണ്. ആണോ? ആണ്. ഇൻറ്റു എന്താ? സ്മോൾ എം ആണല്ലോ? ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യാൻ പോവാന്നറിയാമോ? ഞാൻ യു ജി ഈസിക്വൽ ടു ഇതിനെ നെഗറ്റീവ് ജി എം ഡിവൈഡഡ് ബൈ ഈ ആറിനെ ഞാൻ എന്തിനാ കൊടുത്തത്? അതായത് ആർ പ്ലസ് എച്ച് എന്നാണ് നമ്മൾ കൊടുത്തത് ഇല്ലേ? ഇൻറ്റു എന്താ? എം. ഇതെന്താണെന്നറിയാമോ? ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് എബവ് എച്ച് ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത് ആണ്. അപ്പൊ സർഫസിൽ എന്താ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഞാൻ എർത്തിന്റെ ഇൻഫിനിറ്റി എന്ന് ഇതാണ്. സംസാരിക്കില്ലേ?